ദൈവനാമത്തിൽ പെടുമാറാട്ടെ. എൻ്റെ പേര് ടിറ്റോ. ഞാൻ പെരുന്തമണ്ണ സഭയിൽ കർത്താവിനെ ആരാധിച്ചു വരുന്നു. ഇന്ന് പൽക്കാലം എൻ്റെ വൈഫ് ലിൻഡിയും ദൈവം ദാനമായി നൽകിയ 2 മക്കളോട് ഒരുമിച്ച് ഇവിടെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്ന കൃപയോട് സ്തോത്രം ചെയ്യുന്നു. ആരോണ ബന്ധത്തിൽ ഒരു വാക്യം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 41 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 41 വാക്യം. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരു കന്നാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. ദൈവനാമത്തിൽ മാറാട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിനു ശേഷം തൻ്റെ അടക്കത്തോട് ബന്ധത്തിലാണ് ഈ വാക്യം നമ്മൾ വായിക്കുന്നത്. ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കല്ലറയെ കുറിച്ചാണ്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കല്ലറ എന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആഡംബരമായിരുന്നു എന്നാണ്. കാരണം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് തന്നെ അല്ലെങ്കിൽ തൻ്റെ കുടുംബാംഗങ്ങളെ കല്ലറയിൽ വയ്ക്കുവാൻ സാധിക്കുകയില്ല. അവർ സാധാരണക്കാരനായ പ്രിയപ്പെട്ടവർ യഹൂദന്മാർ ചെയ്തിരുന്നത് മലയോരത്തുള്ള പാറകളിൽ അല്ല അതിൻ്റെ പൊത്തുകളിലോ അല്ലെങ്കിൽ ഗുഹകളിലോ ആണ് തങ്ങളുടെ കുടുംബാംഗങ്ങളെ അടക്കം ചെയ്തിരുന്നത്. അതിനും സാധിക്കാത്തവർ നമ്മൾ ചെയ്യുന്ന പോലെ മണ്ണ് കുഴിച്ച് അതിൽ അടക്കം ചെയ്തു പോകുന്നു. നമ്മൾ കർത്താവിനോടൊപ്പം നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ മരണശേഷം തന്നെ കല്ലറയിൽ വെച്ചു എന്നുള്ളതാണ്. കർത്താവ് താൻ ഒരു സാധാരണക്കാരനായിട്ട് ഒരു ദരിദ്ര കുടുംബത്തിൽ താൻ ജനിച്ചതെങ്കിലും ഒരു ദരിദ്രനായിട്ട് താൻ ജീവിച്ചതെങ്കിലും താൻ മരണത്തിൽ താൻ സമ്പന്നരോടുകൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അത് ദൈവവചനത്തിൻ്റെ നിവൃത്തീകരണം, പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായം അതിൻ്റെ 9 വാക്യത്തിന് അവസാനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം സകല പ്രവചനവും നിവൃത്തീകരിച്ചുകൊണ്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വരുവാനും നമുക്ക് വേണ്ടി കാൽക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് താൻ ഓർത്ത് നിൽക്കുവാനും ഇടയാത്തുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും കുറ്റം ചെയ്ത് ക്രൂശിക്കപ്പെട്ട് അല്ലെങ്കിൽ വേറെ വിധത്തിൽ വധശിക്ഷ ലഭിച്ചതായ ഒരു വ്യക്തിയെ ഒരിക്കലും കല്ലറകളിൽ അടക്കം ചെയ്യുവാൻ യഹൂദന്മാർ അനുവദിക്കില്ലായിരുന്നു. അവർക്ക് പൊതുശ്മശാനം അല്ലെങ്കിൽ അതേപോലെയുള്ള സംവിധാനമാണ് അവർക്ക് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ബന്ധത്തിലും നമ്മൾ കാണുന്നത് താൻ ഒരു കുടുംബാവി എന്ന രീതിയിലാണ് താൻ ക്രൂശിക്കപ്പെട്ടതെങ്കിലും താൻ ഒരു സമ്പന്നൻ എന്ന പോലെ താൻ അടക്കപ്പെടുവാൻ ഇടയെത്തീർന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ കല്ലറ പ്രത്യേകത ആരും വയ്ക്കാത്ത ഒരു കല്ലറ എന്നുള്ളതാണ്. ഇപ്രകാരം മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കർത്താവിൻ്റെ ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ജനത്തോട് ബന്ധത്തിൽ ജീവിതത്തോട് ബന്ധത്തിലും ഇപ്പോൾ മരണത്തോട് ബന്ധത്തിലും നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജനനം താൻ കന്യകയിലൂടെ താൻ ജനിച്ചതായിട്ടാണ്. നമ്മെപ്പോലെ അല്ല, ഒരു കന്യകയിലൂടെയാണ് താൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയാത്തുന്നത്. സ്ത്രീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയിലൂടെയാണ് കർത്താവ് ഈ ഭൂമിയിൽ ജാതനാവാൻ ഇടയാത്തുന്നത്. അത് തന്നെ നമ്മൾ കർത്താവ് യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരും സഞ്ചരിക്കാത്ത, ആരും ഇരുന്നിട്ടില്ലാത്ത ഒരു കഴുതയുടെ പുറത്ത് താൻ യെരൂശലേമിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനാണ് സാധിക്കുന്നത്. ഇവിടെയും ആ കല്ലറയിൽ ആരും വയ്ക്കാത്ത ഒരു കല്ലറയിലാണ് കർത്താവ് അടക്കപ്പെടുവാൻ ഇടയാത്തുന്നത്. മാത്രമല്ല ഒരു കല്ലറയുടെ ബന്ധത്തിൽ കാണാൻ മനസ്സിലാക്കുന്നത് പഴക്കം ചെന്ന കല്ലറയാണെങ്കിൽ അതിനു മുമ്പേ സംസ്കരിച്ചതായ പ്രിയപ്പെട്ടവരുടെ അവരുടെ അവശിഷ്ടങ്ങൾ അവർ സൂക്ഷിക്കുക പതിവായിരുന്നു. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവർ കുറച്ചു നാൾക്ക് ശേഷം ആ ശരീരത്തിലെ മാംസങ്ങളെല്ലാം അഴിഞ്ഞുപോയ ശേഷം അതിൻ്റെ അസ്ഥികൾ എടുത്ത് ചെറിയൊരു പെട്ടിയിലാക്കി യഹൂദന്മാർ അവിടെ സൂക്ഷിക്കുക പതിവായിരുന്നു. അടുത്ത വ്യക്തി അടക്കം ചെയ്യുമ്പോൾ മുമ്പ് വ്യക്തിയെ കിടത്തിയിരുന്ന അതേ സ്ഥലത്തായിരിക്കും ഇവർ കിടത്തുക. അപ്പോൾ ആ ഒരു മൂലയ്ക്ക് മുമ്പ് അടക്കം ചെയ്തായ പലരുടെയും അവശിഷ്ടങ്ങൾ ആ പെട്ടിയിലായിട്ട് അവിടെ കാണുവാൻ സാധിക്കും. കർത്താവിന്റെ ബന്ധത്തിൽ പുതിയ കല്ലറായതുകൊണ്ട് മറ്റുള്ള ശവങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം കർത്താവ് താൻ പാപം ചെയ്തിട്ടില്ല, നിഷ്കളനായ കുഞ്ഞാടായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായത്. പാപം ചെയ്യാത്ത, യാതൊരു കുറവ് ന്യൂനത കാണാത്ത കർത്താവ് താൻ മരണത്തിലും വ്യത്യസ്തനായിട്ടാണ് അവിടെ മരിക്കുവാനിടയായിരുന്നത്. ആ കർത്താവ് അവിടെ മരിച്ച് ഇടയാനുള്ള കാരണം ഭാവികളായ നമ്മൾ ഓരോരുത്തരുമായിരുന്നു. നമ്മൾ നശിച്ചുപോകാതിരിക്കുന്നതിന് വേണ്ടി, നാം നിത്യതയിൽ നമ്മുടെ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടിയായിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽക്രൂശിൽ കൃഷ്ണമരണവും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും പീഡനമെല്ലാം സഹിക്കാനിടയായിരുന്നത്. നമ്മുടെ പ്രത്യാശ നമുക്ക് ഇന്ന് പൽക്കാല ഓർക്കാനുള്ള എന്നാൽ നാം മരിക്കും, എന്നാൽ അതിനുശേഷം നമ്മുടെ
കർത്താവിനോട് നമ്മൾ നിത്യതായിരിക്കും എന്നുള്ളതാണ്. കർത്താവിനെ നമുക്ക് വേണ്ടി അവസാന രക്തം വരെ ഒഴുക്കി നമുക്ക് നിത്യജീവൻ നൽകിയ കർത്താവിലൂടെ നമുക്കിന്ന് ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.